Hi friends, welcome back to my channel Sunny's Craft and Cooking World. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 3 ടയർ കേക്കിൻ്റെ ഡിസൈനിങ് എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഹോം ബേക്കേഴ്സിനൊക്കെ ഒരു ഓർഡർ കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് എങ്ങനെ ഇത് ചെയ്തെടുക്കുക എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് ഇത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് 4 കിലോൻ്റെ ഒരു ബർത്ത്ഡേ കേക്കാണ്. 3 ലെയറായിട്ടാണ് ഞാൻ അത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 10 ഇഞ്ചിൻ്റെ ഒരു പാനിലും അതുപോലെ തന്നെ 6 ഇഞ്ചിൻ്റെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു പാനിലും പിന്നെ ഒരു 6 ഇഞ്ചിൻ്റെ ചെറിയൊരു പാനിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ താഴെ 2 കിലോ ബേസും അതിൻ്റെ നടുവിൽ 1 കിലോനും മേലെ അതുപോലെ തന്നെ ഒരു 1 കിലോനാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കേക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം തന്നെ 1 കിലോൻ്റെ കേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെന്നും ഒന്ന് വെച്ചിട്ട് സിമ്പിൾ സിറപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പാണ് സിമ്പിൾ സിറപ്പ്. ഇനി ഇതുപോലെ ക്വിക്ക് ഐസിങ് ടിപ്പ് ഇട്ടിട്ട് നമുക്കിതുപോലെ വിപ്പിംഗ് ക്രീം ഒക്കെ ഒന്ന് ഇതിന് മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് പോയിട്ട് കാണണം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം എങ്ങനെ ബീറ്റ് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീമൊക്കെ നല്ല ഏകദേശം ഒരു തിക്നെസ്സിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ചെറി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കേക്കിൻ്റെ ലെയേഴ്സ് വെച്ച് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ആവാൻ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മേലെ കേക്ക് ഒന്നിന് മുകളിലായിട്ട് ഒന്ന് വെച്ച് വൃത്തി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഏറ്റവും താഴെയുള്ള ഭാഗമാണ് മുകളിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് മേൽഭാഗം ലെവൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ക്രം കോട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്രം കോട്ട് കൊടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അരമണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ രണ്ടാമത് തന്നെ നമുക്ക് ക്രീം നല്ല ക്ലിയർ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 1 kgൻ്റെ കേക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. നടുവിൽ വെക്കാനായിട്ടുള്ള ലെയറാണ്. ഇനി രണ്ടാമത്തെ കേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ ഒരു 1/2 കിലോൻ്റെ ബേസിൽ ഞാൻ മോൾഡിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ ഏകദേശം ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് 1 കിലോനാക്കിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതും ഇതുപോലെ തന്നെ നമുക്ക് ക്രീമൊക്കെ വെച്ച് കൊടുത്തിട്ട് ചെറീസും ഇട്ട് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ 3 ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ചെറിയ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ക്രം കോട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നു. ഇത് നമ്മൾ ആദ്യം തന്നെ ചെയ്തെടുത്ത 1 kgൻ്റെ കേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലപോലെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കണം. എന്നാലാണ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി ഇതുപോലെ സ്ക്രൈപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് ഒരു സൈഡൊക്കെ ഒന്ന് ഡിസൈൻ കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന കേക്കും ഇതുപോലെ നമുക്ക് നല്ല ക്രീം ഇട്ടിട്ട് ഒന്ന് ഒരു സ്ക്രൈപ്പർ വെച്ചിട്ട് അതും ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് എടുത്തിട്ട് മാറ്റി വയ്ക്കാം.
നമുക്ക് താഴത്തെ ബേസും കൂടി ചെയ്തെടുക്കാനുണ്ട്, അതും കൂടി ഞാൻ ചെയ്യുന്നതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഓർഡർ കിട്ടുന്ന സമയത്ത് എങ്ങനെ ചെയ്യാം ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ സ്ക്രൈബർ വെച്ചിട്ട് അതും നല്ല ഡിസൈൻ ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി രണ്ടാമത്തെ നമ്മുടെ ഏറ്റവും താഴെയുള്ള ബേസാണ്. ഇത് 2 കിലോൻ്റെയാണ് ഞാൻ കേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. 10 ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്തിട്ടുള്ളത്. അത് ഇതുപോലെ മുന്നേ ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ കേക്കുകളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ലെവൽ ചെയ്തെടുക്കണം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനതിൻ്റെ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ കാണുന്ന ടേൺ ടേബിൾ, ഇത് ടേൺ ടേബിൾ അല്ല കേട്ടോ, ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതാണിത്. അപ്പോൾ ഞാനിതുവരെ ടേൺ ടേബിളൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചപ്പാത്തിയുടെ പലകയാണ്. അപ്പോൾ അതിന് താഴെയായിട്ട് നമ്മുടെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം വെച്ചിട്ട് അതിന് മുകളിലാണ് ഞാനിത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏത് കേക്കുകൾ ചെയ്യുകയാണെങ്കിലും ഇതിന് മുകളിലായിട്ട് തന്നെയാണ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ടേൺ ടേബിളൊന്നും കയ്യിലില്ലാത്തവരൊന്നും വിഷമിക്കേണ്ട. ഇതേപോലെ തിരിച്ച് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കേക്കുകളൊക്കെ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കേക്കിന് മുകളിലായിട്ട് ഇതുപോലെ കുറച്ചും കൂടി ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ക്ലിയറായിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കേക്ക് നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതും കുറച്ച് നേരമൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് നല്ല സെറ്റായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കണം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ കുറച്ച് ബ്ലൂ കളറ്, സ്കൈ ബ്ലൂ കളറാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കൈ ബ്ലൂ കളറ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു ലൈറ്റായിട്ടുള്ളൊരു ചൂടോടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സൈഡിൽ ഇതുപോലെ ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാ കേക്കിൻ്റെ മുകളിലായിട്ട് എല്ലാതും വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടാണ് എല്ലാതിൻ്റെയും മുകളിലേക്കായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കംഫർട്ടബിലിറ്റി പോലെ ഇരിക്കും നിങ്ങൾ ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്നിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ കേക്ക് ഒന്നിന് മുകളിൽ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കബാബ് സ്റ്റിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രോങ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ കബാബ് സ്റ്റിക്ക് കട്ട് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് ഒരു 4-5 അതിന് കേക്കിൻ്റെ അതേ അളവിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മേലെ വെക്കുന്ന കേക്ക് താഴേക്ക് താഴ്ന്നു പോകാതിരിക്കാനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ബേസ് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു നമ്മൾ ഒരു അരമണിക്കൂർ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സൈഡൊക്കെ ഒന്ന് വെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കിട്ടും. ഇത് പതുക്കെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് മെല്ലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് വലിച്ചൂരി എടുക്കരുത്. വെച്ചിട്ട് പതുക്കെ നമുക്ക് അതിൻ്റെ ഐസ് നൈഫ് മെല്ലെ ഒന്ന് വലിച്ചെടുക്കാം. ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് സൈഡൊക്കെ ഒരേ അളവിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് ലെയറിലും ഇതുപോലെ സ്ട്രോ കുത്തി കൊടുക്കാം. സ്ട്രോയ്ക്ക് പകരം ഞാനിപ്പോൾ ഇവിടെ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ട്രോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. ഇനി ഇത് ബേസോടെ വേണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബേസ് വെക്കുന്നില്ല. അപ്പോൾ നമുക്ക് മെല്ലതൊന്ന് വലിച്ചൂരെടുക്കാം. അപ്പോൾ 3 സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമുക്ക് എല്ലാ ഹോം ബേക്കേഴ്സിനും ഒരു ടെൻഷൻ ഉണ്ടാവുക, അത് എങ്ങനെയാവും എന്നുള്ളത്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് വലുപ്പമുള്ള ഒരു സ്റ്റിക്കും കൂടി കുത്തി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് തെന്നി പോകാതിരിക്കാനാണ്. കുറച്ച് ദൂരേക്ക് പോകാനുള്ള ഓർഡറായിരുന്നു. അതുകൊണ്ട് അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ആ സ്ട്രോ ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ട്രാവലിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സൈഡിലാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലത്ത് ഇതുപോലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ചുറ്റിലായിട്ട് നമുക്ക് ഈ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഞാനിതിൻ്റെ ചുറ്റുപുറമൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പാത്രങ്ങളൊക്കെ നിറയെ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ബോർഡർ കൊടുക്കുക. അതുപോലെ തന്നെ അതുപോലത്തെ സ്റ്റാറിൻ്റെ നോസിൽ ഇട്ടിട്ട് നന്നായിട്ടുള്ള റോസ് ഫ്ലവേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് എൻ്റെ ഒന്ന് പോയി അത് കാണിക്കാൻ പറ്റിയില്ല. ഇനി ഇതുപോലെ ലീവ്സും കൂടി വരച്ച് കൊടുക്കാം. ഈ സാധനത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് 2 റോസ് ഫ്ലവേഴ്സ് ഞാൻ റോസിൻ്റെ നമുക്ക് വരച്ചെടുക്കില്ലേ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വരച്ചെടുക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല കുറച്ച് ലീവ്സ് ഞാൻ ഇപ്പോൾ പിസ്തയുടെ ഫ്ലേവർ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ലീവ്സിൽ കളർ കൊടുത്തിരിക്കുന്നത്. കളറും അതിൽ പിസ്ത ഫ്ലേവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 റോസും കൂടി നമുക്ക് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ചെയ്തേ ഉള്ളൂ. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റാർ നോസിലിൻ്റെ ടിപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഡിസൈൻ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും ഒക്കെ ഞാൻ ഡിസൈനാക്കി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ സൈഡിലൊക്കെ ഓരോ ഡോട്ട്സ് കൂടി കൊടുക്കുന്നുണ്ട്. ഇനി വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതിന് മുകളിലായിട്ട് ഞാൻ പേരും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പേര് എഴുതുന്നതിന് പകരമായിട്ട് പേരെഴുതാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇതിൻ്റെ നമുക്ക് ചോക്ലേറ്റിൽ മെൽറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്, സിലിക്കോണിൻ്റെ മോൾഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ പേരെഴുതി വെച്ചാലും മതി. അങ്ങനെ പേരെഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ചിലവർക്ക് കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും, പക്ഷേ പേരെഴുതാനായിട്ട് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരു ഇത് ആമസോണിലും അതുപോലെ തന്നെ ഇതിൻ്റെ കടകളിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്താലും മതി. ഇനി നമ്മുടെ ബർത്ത്ഡേ ബോയും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള 3 ടയർ കേക്ക് നല്ല തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോക്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബോക്സിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇനി ഒരു 4 മണിക്കൂർ 2-3 മണിക്കൂർ നന്നായിട്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി എല്ലാവർക്കും ഒരു ടെൻഷനില്ലാതെ തന്നെ 3 ടയർ കേക്ക് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.